ഒരു കോളും വരത്തില്ല. അങ്ങനെ ഇതിപ്പോൾ അമ്മ 2-3 വട്ടം പോയിട്ട് അതിന് ഒരു തീരുമാനം ആവുന്നില്ല. അങ്ങനെയാണ് അമ്മ ഞങ്ങൾ വരണം നിങ്ങൾ വന്നാലേ ശരിയാകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയത്. ചേട്ടായി കയറി അങ്ങ് ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാക്കി. എന്തായാലും അവർ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് 10 ദിവസം വേണം. 10 ദിവസത്തിൻ്റെ അവർ മെയിലൊക്കെ കമ്പനിക്ക് അയച്ചു, അപ്രൂവലെല്ലാം കിട്ടി. അത് കഴിഞ്ഞ് 10th ഡേ നമുക്ക് മാറ്റിത്തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കണം. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ കാറിൻ്റെ ഇതിന് കുറച്ച് ഞങ്ങളൊരു ആദ്യം ഇവിടെ നിന്ന് സർവീസ് നമ്മൾ SS ഉണ്ടായി കൊട്ടാരക്കരയാണ് കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്തപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ കുറച്ച് പാർട്സ് വേണമായിരുന്നു. ലൈക്ക് വണ്ടിയുടെ ഡ്രൈവിങ് നമ്മുടെ ഇതുണ്ടല്ലോ സ്റ്റിയറിങ്ങിൻ്റെ ഒരു അലൈൻമെൻറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെന്തോ പാർട്സ് വേണം. അതുപോലെ വിൻഡോയുടെ അവിടെ ഒരു ബ്ലാക്ക് ഒരു ഇതുണ്ടല്ലോ റബ്ബർ പോലത്തെ സംഭവം, അതിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിൻ്റെ സീറ്റ് ബെൽറ്റിൻ്റെ ബക്കിൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അങ്ങനത്തെ 3-4 പാർട്സ് മാത്രം വരാനുണ്ടായിരുന്നു. ബാക്കി സർവീസ് കഴിഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കാർ ഇവിടെ ഇട്ടിട്ട് പോയത്. നമ്മൾ അതുകൊണ്ട് ട്രെയിൻ കയറിയേ തിരിച്ച് വന്നത്, ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് ട്രെയിനിൽ വന്നത്. അപ്പോൾ കാറിൻ്റെ സർവീസിൻ്റെ പാർട്സ് എല്ലാം വന്നിട്ടുണ്ടായിട്ട് ഇന്ന് നമ്മൾ കൊട്ടാരക്കര പോയപ്പോൾ കാർ അവിടെയൊക്കെ കൊടുത്തു. ഇനി നാളെ കിട്ടത്തുള്ളൂ കാറ്. തിരിച്ച് ഞങ്ങൾ ബസ്സിൽ കയറി വന്നു. മണ്ണപ്പത്തിയിൽ നിന്ന് നല്ല ബിരിയാണിയൊക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ജോലി ചെയ്യണം. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് എൻ്റെ വീടാണ്, ഇത് കൊല്ലത്താണ് എൻ്റെ വീട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ അംഗൻവാടി ടീച്ചറാണ്. സോ ഇന്ന് അമ്മ ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാണ് നമ്മുടെ കൂടെ വന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് അമ്മ വീണ്ടും അമ്മയുടെ ജോലി സ്ഥലത്ത് പോയി, അംഗൻവാടിയിൽ പോയി. ഞാനും ചേട്ടായി ഉള്ളൂ. ചേട്ടായി ഇന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. ചേട്ടായി നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചത്. ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് ഉറങ്ങാൻ ഇപ്പോൾ പോയതേ ഉള്ളൂ. ഞാൻ ഇനി 1 മണിക്കൂർ കുറച്ച് നേരം ഇരുന്നിട്ട് ജോലി ചെയ്യണം. അതൊക്കെയാണ് ഇന്ന് ഇവിടുത്തെ അപ്ഡേറ്റ്സ്. ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ അനിയൻ മോനുമാണ്. അവനങ്ങ് കോയമ്പത്തൂരാണ്, അവനും വൈഫും. അപ്പോൾ കോയമ്പത്തൂരാണ് അവന് ജോലി. അവർ രണ്ടുപേരും വെല്ലൂരാണ്. അമ്മു അവൾ PhD പഠിച്ചുകൊണ്ടിരിക്കുക VITയിൽ. സോ അപ്പോൾ ഇവിടെ അമ്മ മാത്രമേ ഉണ്ടാവാറുള്ളൂ. രാത്രി മാമൻ്റെ മോൻ വന്ന് കൂട്ടുണ്ടാവും അമ്മയ്ക്ക്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അമ്മയുടെ വീഡിയോയും ഇവിടുത്തെ വ്ളോഗുമായിട്ടൊക്കെ ഇനിയും വരാം. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി, വണക്കം, ബൈ.